കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. കോൺഗ്രസ് ഇപ്പോൾ മുൻനിരയിൽ ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളുണ്ട്? കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന. പിന്നെ കോൺഗ്രസിന് വേണമെങ്കിൽ രാജസ്ഥാനിൽ ഭരണത്തിൽ വരും. ഇപ്പോൾ വളരെ കുറച്ച് മാത്രമല്ലോ, തമിഴ്നാട്ടിലില്ല, കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിലില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വളരെ ഗംഭീരമായി ചുരുങ്ങിപ്പോയിരിക്കുന്നു. 5-ൽ താഴെ സംസ്ഥാനങ്ങളിൽ മാത്രമേ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുന്നുള്ളൂ എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇപ്പോൾ ബീഹാറിലാണ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. ഈ ബീഹാറിൽ കോൺഗ്രസ് എന്ത് മലമറിക്കാൻ പോകുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. വളരെ ലോജിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ കോൺഗ്രസ്സുകാർ അത് അംഗീകരിച്ചു തരില്ല. കാരണം അവർക്കിപ്പോഴും രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ബാഹുബലിയാണ്. നരേന്ദ്രമോദി ഉടനെ രാഹുൽ ഗാന്ധി താഴെ ഇറക്കുമെന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ആ പാവങ്ങളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഈ ബീഹാറിൽ കഴിഞ്ഞ തവണ RJD തോൽക്കാനായിട്ടുള്ള കാരണവും തേജസ്വി യാദവ് ഭരണത്തിൽ വരാതിരിക്കാനുള്ള കാരണവും കോൺഗ്രസ് ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം 70 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചിട്ട് 19 സീറ്റിൽ മാത്രമേ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ. 50 സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ടും കോൺഗ്രസ് 70 സീറ്റ് ചോദിച്ചു മേടിക്കുകയായിരുന്നു. ഇപ്പോഴിതാ സമാനമായിട്ടുള്ളൊരു പ്രതിസന്ധി വീണ്ടും വന്നിട്ടുണ്ട്. അതായത് മഹാസഖ്യത്തിൽ ഇപ്പോൾ തന്നെ സംഘർഷം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2025 മഹാസഖ്യത്തിന്റെ ഭാഗമായ രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഇതുവരെ നിഗമനത്തിലെത്തിയിട്ടില്ല എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാരത്തൺ യോഗങ്ങൾ നടന്നിട്ടും 5 സീറ്റുകളിൽ ഇരു പാർട്ടികളും തമ്മിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഖൈസി, ബഹാദൂർഗഞ്ച്, റാണിഗഞ്ച്, കഹൽഗാവ്, സഹർസ എന്നിവയാണ് ഈ തർക്ക സീറ്റുകളിൽ ഉൾപ്പെടുന്നത്. വൃത്തങ്ങൾ പ്രകാരം ഈ പാർട്ടികളൊന്നും ഒരു സീറ്റിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ചർച്ചകൾ സങ്കീർണമാവുകയും ചെയ്തു. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD റാണിഗഞ്ച്, സഹർസ, ഖൈസി സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ കോൺഗ്രസിന് കഹൽഗാവ്, ബഹദൂർഗഞ്ച് സീറ്റുകൾ ലഭിച്ചു. എന്നിരുന്നാലും ഈ 5 സീറ്റുകളിലും ഇരു പാർട്ടികളിലും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് ഈ 5 സീറ്റിൽ കിടന്ന് കടിപിടി കൂടുന്നത് എന്നുള്ള വേറൊരു ചോദ്യമുണ്ട്. അതിന് അവർക്ക് പോലും മറുപടിയില്ല എന്നുള്ളതാണ്. എന്തായാലും കഹൽഗാവ്, ബഹാദൂർഗഞ്ച് സീറ്റുകൾ കോൺഗ്രസ് ഉപേക്ഷിക്കണമെന്ന് RJD ആവശ്യപ്പെടുന്നു. റാണിഗഞ്ച്, സഹർസ, ഖൈസി സീറ്റുകൾ മത്സരിക്കാൻ അനുവദിക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെടുന്നു. ഒരു വലിയ അടിയായി ഇത് പരിണമിച്ചിരിക്കുന്നു. ഇത് എവിടെ പോയി അവസാനിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അണികൾ നോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.